24 മണിക്കൂറും നമ്മുടെ സമൂഹത്തിന്റെ സുരക്ഷയ്ക്കായി അക്ഷീണം പരിശ്രമിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമുക്കൊരു കോള് വന്നു കഴിഞ്ഞാൽ ഉടൻ നമ്മൾ ഫയർ ബെൽ ഇടുന്നു. വിത്തിൻ 1 മിനിറ്റ് നമ്മൾ വിത്ത് യൂണിഫോമിൽ ഫോളിൻ ആവും. ആ റെഡ് കളർ വണ്ടി പുറത്തുനിന്ന് കണ്ടിട്ടുള്ള ഒരു പരിചയമുള്ളൂ. പക്ഷെ സാധാരണക്കാർക്ക് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. എന്തൊക്കെ സംവിധാനങ്ങളാണ് ആ വണ്ടിയിൽ നിലവിലുള്ളത്? സ്റ്റേഷനിൽ നമ്മൾ പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ 3-4 വണ്ടികൾ കാണാം. പക്ഷെ എല്ലാ വണ്ടിയിലും വെള്ളം ഇല്ല എന്നുള്ളൊരു കൺസെപ്റ്റും കൂടി നമുക്ക് വേണം. പെട്ടെന്നൊരു ഗ്യാസ് ലീക്ക് ആവുന്ന ഒരു സ്മെല്ല് കിട്ടുവാണ്. അപ്പോൾ ജനല് തുറന്നിടണം എന്നുള്ളത് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാം. ബാക്കി എന്തൊക്കെയാണ് പെട്ടെന്ന് ഒരു വീട്ടമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞുതരാം. സിലിണ്ടർ ഫയർ ആയുള്ള അധിക കേസിലും അവിടെയുള്ള സ്ത്രീകൾക്ക് പൊള്ളലേൽക്കാനുള്ള അവരത് അവിടെ ഇടും. അപ്പൊ ആ ഇട്ട സമയത്ത് അത് നിലത്ത് വീണ് തൊട്ടടുത്തൊക്കെ ഒരു ഫയർ ആവാനുള്ള ഒരു ചാൻസ്. സിലിണ്ടർ ചൂടായി സിലിണ്ടറിന്റെ ഉള്ളിലുള്ള ലിക്വിഡിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിനൊരു എക്സ്പാൻഷൻ വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എത്തുന്നതിന് മുൻപ് ആളുകള് രക്ഷിക്കാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ പല സമയത്തും ഇതിനെ കുറിച്ച് പ്രോപ്പർ ആയിട്ട് ഉള്ള അറിവ് ഇല്ലാത്ത ആളുകൾ ചില മണ്ടത്തരങ്ങളൊക്കെ ചെയ്യും. നമ്മൾ സപ്പോർട്ട് ചെയ്ത് സെർവിക്കൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് സ്പൈൻ സപ്പോർട്ട് കൊടുത്ത് ആ രീതിയിൽ തന്നെ ആളുകൾ ഹോസ്പിറ്റലിൽ എത്തിക്കണം. നമ്മൾ എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതില്ല, എങ്ങനെ എത്തിക്കുക എന്നുള്ളത്. ഈ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളെ രക്ഷിക്കാൻ പോകുന്ന ആളും ചിലപ്പോ അപകടത്തിൽ പെടുന്നുണ്ട്. വെള്ളത്തിൽ ചാടി രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള ഏറ്റവും ലാസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റേജസ് ആണ്. നമ്മൾ അതിനെ പറഞ്ഞത് ശരിക്കും ഷൗട്ട്, റീച്ച്, ത്രോ എന്നൊക്കെ പറഞ്ഞ് കുറെ മെത്തേഡ്സ്. കേരളത്തിലെ എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു ആക്സിഡന്റ് ആയിരുന്നു ചൂരൽമല മുണ്ടക്കൈ ആ ഒരു ദുരന്തം എന്നുള്ളത്. നമുക്കധികം ഡെഡ് ബോഡീസ് തന്നെയാണ് കിട്ടിയത്. ആ ഫസ്റ്റ് ദിവസം നമ്മൾ ഒരു 600-700 പേരെ നമ്മളെ സ്റ്റേഷന്റെ ലാഡറൊക്കെ വെച്ചിട്ട് ഒരു ടെമ്പററി ബ്രിഡ്ജ് ആക്കിയിട്ട് നമ്മളെ ബെയിലി പാലൊക്കെ വരുന്നത് ഞങ്ങൾ വരുന്നത്, അതായത് 4ാമത്തെ ദിവസം വൈകിട്ടോട് കൂടിയിട്ടാണ് ബെയിലി പാലം വരുന്നത്. കാലത്തിന്റെ ഉള്ളിലൊക്കെ തല കുടുങ്ങിയ കേസുകളൊക്കെ കണ്ടിട്ടുണ്ട്. മാതാപിതാക്കളെ പാനിക്ക് ഇത് വലിച്ചു ഊരാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ വലിച്ചൂരുന്ന സമയത്തൊക്കെ ഒരു ഹെഡ് ഇഞ്ചുറി കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ, സെർവിക്കലിന് ഒരു ഇതൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ദൈനംദിന ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും ഒരു അപകടം സംഭവിച്ചേക്കാം. അത് ചിലപ്പോൾ തീപിടുത്തമാവാം, അല്ലെങ്കിൽ ഒരു റോഡ് അപകടമാവാം. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് രക്ഷകരായി വരുന്ന ഒരു വിഭാഗമുണ്ട്. 24 മണിക്കൂറും നമ്മുടെ സമൂഹത്തിന്റെ സുരക്ഷയ്ക്കായി അക്ഷീണം പരിശ്രമിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്. അതെ, ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റ്. ഇന്നത്തെ പ്ലാറ്റ്ഫോമിന്റെ എപ്പിസോഡിൽ നമ്മുടെ ഒപ്പം ഉള്ളത് അങ്കമാലി ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിലുള്ള സ്റ്റേഷൻ ഓഫീസറായ വിശ്വാസ് സാറാണ്. സർ, വെൽക്കം ടു പ്ലാറ്റ്ഫോം. താങ്ക് യു. ഈ ഒരു പോഡ്കാസ്റ്റിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഫയർഫോഴ്സിന്റെ പ്രവർത്തനങ്ങൾ, ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രക്ഷാപ്രവർത്തനങ്ങൾ, അതോടൊപ്പം സാറിന്റെ എക്സ്പീരിയൻസുകളാണ്. നമുക്ക് പോഡ്കാസ്റ്റിലേക്ക് കിടക്കാം. സർ, ഹൗ ആർ യു? എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. നല്ല മഴയൊക്കെയാണ്. സുഖമായിട്ടിരിക്കുന്നു. എത്ര വർഷമായിട്ട് സർവീസിലുണ്ട്? ഇപ്പോൾ ഫയർ സർവീസിൽ 13 വർഷമായി. ഓക്കെ. അതിനു മുൻപ് 2 വർഷം പോലീസ് ഡിപ്പാർട്ട്മെന്റിലുണ്ടായിരുന്നു. ഒരു 4 വർഷം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലുണ്ടായിരുന്നു. ഓക്കെ. കോഴിക്കോടാണ് സ്വദേശം അല്ലേ? കോഴിക്കോടാണ്. എവിടെയാണ് പ്രോപ്പർ വരുന്നത്? കോഴിക്കോട് മീൻചന്ത, കണ്ണഞ്ചേരി എന്ന് പറയും ആ സ്ഥലമാണ് വരുന്നത്. ഓക്കെ. എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പോ എന്റെയൊക്കെ കുഞ്ഞുനാളില് നമ്മളിപ്പോ വലിയ സൗണ്ടോട് കൂടിയിട്ട് ഒരു വണ്ടി ഇങ്ങനെ പാഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ വീട്ടില് നമ്മുടെ പാരന്റ്സ് ഒക്കെ പറയും, എവിടെയോ തീ പിടിച്ചിട്ടുണ്ട്, ഫയർഫോഴ്സ് പോകുന്നുണ്ടെന്ന് പറയും. അങ്ങനെയാണ് ഫസ്റ്റ് ഫയർഫോഴ്സ് എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ ആളുകളുടെ ഉള്ളിൽ എപ്പോഴും തീപിടുത്തത്തിന് വരുന്ന ഒരു വണ്ടി അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരു പറ്റ ആളുകളായിട്ടാണ് ഫയർഫോഴ്സിനെ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ തീപിടുത്തം അല്ലാതെ എന്തൊക്കെ സേവനങ്ങളാണ് ശരിക്കും ഫയർ റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിലുള്ളത്? നമ്മളിപ്പോ ഇന്നത്തെ കാലത്ത് നമ്മൾ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റ് എന്നാണ്. അത് ഫയർ കൂടാതെ നമ്മൾ റെസ്ക്യൂ പ്രവർത്തനങ്ങളും കൂടി ചെയ്തു വരുന്നുണ്ട്. അപ്പൊ നമ്മൾ റോഡ് ആക്സിഡന്റ്, അതുപോലെ വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, അങ്ങനെയുള്ള സംഗതികൾ, കാര്യങ്ങള്, പിന്നെ അവയർനെസ് പ്രോഗ്രാംസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. സൊസൈറ്റിക്ക് വേണ്ട അല്ലാതുള്ള ഇതുപോലുള്ള സേഫ്റ്റി ടിപ്സ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ
പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. ഈവൻ നമ്മളെ വന്യമൃഗങ്ങളും കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള കന്നുകാലികൾ അങ്ങനെയുള്ളതൊക്കെ കിണറ്റിൽ പോയാലും അതുപോലെ ജീവികൾക്കും നമ്മൾ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു അപകടം സംഭവിച്ചു, അപ്പോൾ നിങ്ങൾ 24 hours അലേർട്ടായിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. പെട്ടെന്ന് ഒരു തീപിടുത്തം ഉണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പെട്ടെന്ന് സംഭവിച്ചാൽ എന്തൊക്കെ എക്സിക്യൂഷൻ പരിപാടികളാണ് നിങ്ങൾ ആ സ്റ്റേഷനിൽ ചെയ്യുന്നത്? അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് ശരിക്കും? നിലവിൽ നമുക്ക് സ്റ്റേഷൻ 101 എന്ന് പറഞ്ഞൊരു നമ്പറിലേക്കാണ് നമുക്ക് കോളുകൾ കൂടുതലായിട്ട് വരുന്നത്. ഇനി അതാത് സ്റ്റേഷൻ ലിമിറ്റിലാണെങ്കിൽ നമ്മളെ നമ്പർ അറിയാന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് നമ്പർ ഡയൽ ചെയ്ത് കഴിഞ്ഞാലും സ്റ്റേഷനിലേക്ക് കോള് കിട്ടും. നമ്മൾ സ്റ്റേഷനിൽ കോള് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ നമ്മൾ ചെയ്യുന്നത് ഒരു ഫയർ ബെൽ ഇടുക. നമ്മൾ അല്ലാതുള്ള സമയത്ത് അലേർട്ടായിട്ട് നിൽക്കും, നമ്മൾ റെസ്റ്റ് എടുക്കും. അവിടെ സ്റ്റേഷൻ പ്രിമൈസസിൽ ഉണ്ടാവും എപ്പോഴും 2-3 ക്രൂ നമ്മൾ റെഡി ആയിരിക്കും. എല്ലാ സ്റ്റേഷനിലും 2-3 ക്രൂ റെഡി ആയിരിക്കും. അപ്പം നമുക്കൊരു കോള് വന്നു കഴിഞ്ഞാൽ ഉടൻ നമ്മൾ ഫയർ ബെൽ ഇടുന്നു. വിത്തിൻ 1 minute നമ്മൾ വിത്ത് യൂണിഫോമിൽ ഫോളിൻ ആവും. അപ്പം നമ്മൾ മെസ്സേജ് റിസീവ് ചെയ്ത ആൾ പറയും എന്താണ് കോൾ, ഏത് വണ്ടിയാണ് പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഡീറ്റെയിൽ ചെയ്ത ക്രൂ അതിൽ കയറുന്നു, നമ്മൾ ആ സ്പോട്ടിലേക്ക് പോകുന്നു. അതാണ്. ഇപ്പോൾ നമ്പറിന്റെ കേസ് പറഞ്ഞു, 101 നമ്പർ. ഇതുവരെ എനിക്ക് ഡെയിലി ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. പക്ഷെ നമ്മളെ എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണോ അതോ വേറെ ടോൾ ഫ്രീ നമ്പർ ഫയർഫോഴ്സിനായിട്ടോ ഉണ്ടോ? ആ നമ്പറിന്റെ ഒരു അല്ല, ഫയർഫോഴ്സിന്റെ എമർജൻസി നമ്പർ ഇപ്പോൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 101 തന്നെയാണ്. അത് അവൈലബിൾ ആയിട്ട് ആ കറക്റ്റ് ടൈമിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ കൺസേൺ സ്റ്റേഷൻ കിട്ടും. ഇനി അറ്റ് എ ടൈമിൽ 2 കോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മളെ ഹെഡ് ക്വാർട്ടറിലേക്ക് പോകും. അപ്പം നമ്മൾ വിളിക്കുന്ന ആള് കൃത്യമായിട്ട് കൺവേ ചെയ്യുക. നമ്മൾ പേര് പറയുക, എവിടെയാണ് സ്ഥലം, എന്താണ് ഇൻസിഡന്റ്, കൃത്യമായി ഒരു ക്ലാരിറ്റിയിൽ സംഗതി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സിക്യൂഷൻ എളുപ്പമായിരിക്കും. ഇപ്പൊ സാർ അങ്കമാലിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്കമാലിയുടെ സ്റ്റേഷൻ പരിധി എത്രയൊക്കെയാണ് വരുന്നത്? അങ്കമാലിയുടെ സ്റ്റേഷൻ പരിധി എന്ന് പറഞ്ഞാൽ ഒരു 11ഓളം പഞ്ചായത്തും അങ്കമാലി മുനിസിപ്പാലിറ്റിയും വരുന്നുണ്ട്. അതിലൊരു വൈറ്റലായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയാൽ എയർപോർട്ട് വരുന്നുണ്ട്. അതുപോലെ നമുക്കിപ്പം ലേശം ലോങ്ങിലാണെന്നുണ്ടെങ്കിൽ അയ്യമ്പുഴയും മലയാറ്റൂരും വരുന്നുണ്ട്. കാലടി ബ്രിഡ്ജ് വരെയാണ് നമ്മളെ ഒരു പരിധി വരുന്നത്. അങ്ങോട്ടേക്ക് പിന്നെ തൃശ്ശൂർ ബോർഡർ വരുന്നുണ്ട്. പിന്നെ എനിക്ക് വളരെ കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ആ വണ്ടി, ആ റെഡ് കളർ വണ്ടി. പുറത്തുനിന്ന് കണ്ടിട്ടുള്ള ഒരു പരിചയമുള്ളൂ, പക്ഷെ സാധാരണക്കാർക്ക് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. എന്തൊക്കെ സംവിധാനങ്ങളാണ് ആ വണ്ടിയിൽ നിലവിലുള്ളത്? ഇപ്പൊ ഒരു അപകടം വന്നാൽ എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് നിങ്ങൾ അതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? നമ്മളെ വണ്ടി സ്റ്റേഷനിൽ നമ്മൾ പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ 3-4 വണ്ടികൾ കാണാം. പക്ഷെ എല്ലാ വണ്ടിയിലും വെള്ളം ഇല്ല എന്നുള്ളൊരു കൺസെപ്റ്റും കൂടി നമുക്ക് വേണം. അതായത് നമ്മളിപ്പോൾ ഒരു ഫയർ കോൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് വാട്ടർ ടെൻഡർ ആയിട്ട് അതിൽ ഇപ്പം നമ്മൾ സാധാരണ വണ്ടിയാണെന്നുണ്ടെങ്കിൽ 4500 ലിറ്ററാണ് അതിൽ വെള്ളം ഉള്ളത്. പിന്നെ അത്യാവശ്യം ചെറിയ കട്ടിങ് ടൂൾസ് കാര്യങ്ങൾ, പിന്നെ BS8 എന്തെങ്കിലും ഫയറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എൻട്രി ചെയ്യേണ്ടിയൊക്കെ വരുമല്ലോ, അങ്ങനെയുള്ള സംഗതികളാണ് ഉണ്ടാവുക. പിന്നെ ഈ ഒരു ആക്സിഡന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എമർജൻസി ടെൻഡർ, ET ആ രീതിയിലുള്ള എക്യുപ്മെന്റ്സ് വാഹനമാണുള്ളത്. അതിൽ പലതരത്തിലുള്ള എക്യുപ്മെന്റ്സ് ആണെന്നുള്ളത്. നല്ല കട്ടിങ് സ്പ്രെഡിങ് ടൂൾസ് കാര്യങ്ങൾ, ഹൈഡ്രോളിക് ന്യൂമാറ്റിക് ടൂൾസ് ഉണ്ടാവും, അങ്ങനെയുള്ള രീതികളാണ്. അപ്പൊ വണ്ടിയിൽ തന്നെ 2 കാറ്റഗറി ടൈപ്പ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. പല കാറ്റഗറി ഉണ്ട് നമുക്ക്. MUV മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ ഉണ്ട്, ഫസ്റ്റ് റെസ്പോണ്ട് വെഹിക്കിൾ ഉണ്ട്, എമർജൻസി ടെൻഡർ ഉണ്ട്, ക്രാഷ് ടെൻഡർ, ഫോം ടെൻഡർ, അങ്ങനെ പലതരത്തിൽ. അതായത് എന്തൊക്കെ മീഡിയ ആണോ യൂസ് ചെയ്യുന്നത്, പലതരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടാവും, പിന്നെ വെള്ളം ഉണ്ടാവും, അങ്ങനെയുള്ള ആക്സിഡന്റ്സിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ പലർക്കുള്ള ഒരു കൺഫ്യൂഷൻ ആണ്, നമ്മളിപ്പോ വീട്ടിലെ വന്യമൃഗങ്ങൾ കയറുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഫയർഫോഴ്സിനെ വിളിക്കണോ അതോ ഫോറസ്റ്റിനെ വിളിക്കണോ എന്നുള്ള ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. അത് നിങ്ങളുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനകത്ത്? നമ്മളിപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു മലയോര ഏരിയകളൊക്കെ വരുന്നുണ്ട്, മലയാറ്റൂർ, അയ്യമ്പുഴ സംഗതികളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മള് വന്യമൃഗങ്ങളെ അവരവരുടെ കിണറ്റിലൊക്കെ വീണ കേസുകൾ വരുന്നുണ്ട്. ഇപ്പം മ്ലാവ്, മുള്ളംപന്നി, പിന്നെ മാന്, ചെറിയൊരു ആനക്കുട്ടി വീണ, മുളങ്കുഴി ആ ഭാഗത്തൊരു ആനക്കുട്ടി വീണ ഇതൊക്കെ വന്നിരുന്നു. അപ്പൊ നമ്മളും ഫയർഫോഴ്സും ഫോറസ്റ്റിനെയും വിളിക്കാറുണ്ട്. നമ്മളിപ്പം ഒരു വൈൽഡ് ആനിമൽസ് ആണെന്നുണ്ടെങ്കിൽ കൺസൾട്ട് ഫോറസ്റ്റിലേക്കും കൂടി നമ്മൾ അറിയിക്കും. അവരോടും പറയും ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറയും. അവരുടെ അടുത്ത് ഇതുപോലെ അതിനെ നെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെ റെസ്ക്യൂ ചെയ്യാനുള്ള. പക്ഷെ വൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് റിസ്ക് ആണ് ചെയ്യുന്ന സമയത്ത്. അവര് നമ്മളായിട്ട് അത്ര ഇണങ്ങിയ
രീതിയല്ല. ഓക്കെ. നമ്മളിപ്പോ ഒരു കന്നുകാലികളിൽ വളർത്തു പൂച്ച, പട്ടി അങ്ങനെയുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അവർ പറഞ്ഞ ഒരു രീതിയിൽ നിൽക്കും. അപ്പൊ അവരെയും കൂടി നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ ഓക്കെ. ഇനിയിപ്പോ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീടുകളിലെ സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് നമ്മൾ കണ്ടേക്കുന്നത് വീടുകളിൽ ഉണ്ടാവുന്ന തീപിടുത്തം. മെയിൻ ആയിട്ടുള്ള ഇഷ്യൂസ് വരുന്നത് ഗ്യാസ് ലീക്കാണ് വരുന്നത്. അപ്പോൾ ഒരു വീട്ടിൽ പെട്ടെന്ന് ഒരു ഗ്യാസ് ലീക്ക് വരുവാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് ശരിക്കും വരുന്നത്? ഗ്യാസ് നമുക്കിപ്പം വീടുകളിലെ അപകടങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു സംഗതി ഗ്യാസ് ലീക്ക് കാര്യങ്ങളാണ്. രണ്ടാമത് ഈ ഇലക്ട്രിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഷോർട്ട് സർക്യൂട്ട്, ഓവർലോഡിങ് അങ്ങനെയുള്ള. പിന്നെ നമ്മളെ ഇപ്പൊ എല്ലാ വീട്ടിലും അത്യാവശ്യം സോളാറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബാറ്ററി റിലേറ്റഡും പിന്നെ AC കാര്യങ്ങളൊക്കെ ഉള്ള സെൻട്രലൈസ്ഡ് ACയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് AC എന്നൊരു ഫയർ, അതുപോലെ പുതിയ ടെക്നോളജി നമ്മളെ ഫ്രിഡ്ജുകൾ അങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് കൂടുതലായിട്ട്. പിന്നെ അതുപോലെ നമ്മൾ ഈ ലോക്കൽ ചാർജറും കാര്യങ്ങളൊക്കെ, മൊബൈൽ ചാർജറുകളൊക്കെ, പവർ ബാങ്ക് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ വില നോക്കിയിട്ട് ലോക്കലായിട്ടുള്ള സംഗതികൾ വാങ്ങും. പിന്നെ ഓവർനൈറ്റ് നമ്മൾ ചാർജ് ഇടുക. അപ്പൊ അങ്ങനെ ഉള്ളതൊക്കെയാണ് ഒരു തീപിടുത്തത്തിലേക്ക് പോകുന്നത്. ഇനി LPG ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ രാത്രി കാലങ്ങളിലാണ് കൂടുതലായിട്ട് ഈ അപകടങ്ങളൊക്കെ വരുന്നത്. അപ്പൊ പെട്ടെന്ന് നമ്മൾ അത്ര ഒരു ബോധത്തിലായിരിക്കില്ല, ആളുകൾ പാനിക് ആവുകയും ചെയ്യും. നമ്മളിപ്പോ ഒരു ദുരന്തം, എന്ത് ദുരന്തം ഉണ്ടാവാം, നമ്മളിപ്പം ഒരു ബോധത്തിൽ നിൽക്കുക എന്നുള്ള ഒരു പാനിക് സിറ്റുവേഷൻ ഒഴിവാക്കിയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും ഒരു എക്സ്റ്റിംഗ്വിഷർ മസ്റ്റാണ്. അതുപോലെ ഒരു ഡിറ്റക്ഷൻ സിസ്റ്റം കൂടി നമ്മളിപ്പോ സ്മോക്ക് ഡിറ്റക്ഷൻ സിസ്റ്റംസ് ഒക്കെ ഉണ്ടല്ലോ. നമ്മുടെ വീട്ടിലേക്ക് ശരിക്കും ഏറ്റവും അനുയോജ്യം എന്ന് പറഞ്ഞത് ഇതുമാതിരി ഏർലി ഡിറ്റക്ഷൻ സിസ്റ്റം, അതുപോലെ ഒരു എക്സ്റ്റിംഗ്വിഷർ ഉള്ളത് നല്ലതാണ്. ആ ഡിറ്റക്ഷൻ അവർ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വാർണിംഗ് വരും. അപ്പൊ നമുക്ക് സ്റ്റേജസിൽ തന്നെ അറിയാനും പെട്ടെന്ന് പുറത്തേക്ക്, അതായത് എന്തെങ്കിലും ഒരു ലീക്ക് തോന്നി ഉടൻ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാവരും പുറത്തേക്ക് രക്ഷപ്പെടുക എന്നുള്ളതാണ്. എന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള സംഗതികളെ കുറിച്ചിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഗ്യാസ് ലീക്ക് ആയി കഴിഞ്ഞാൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് ലൈറ്റ് ഇടരുത്, സ്വിച്ച് പെട്ടെന്ന് വന്ന് ഇടരുത്. അപ്പോ അതിനകത്തേക്ക് ഉള്ള കാര്യങ്ങൾ എങ്ങനെയാ വരുന്നത്? അതിന്റെ ഒരു സയന്റിഫിക് റീസൺ കാര്യങ്ങളൊക്കെ എങ്ങനെയാ വരുന്നത്? നമ്മൾ ഇതിലെ ഈ ഗ്യാസ് റിലേറ്റഡ് എന്തൊരു വസ്തു കത്തുകയാണെന്നുണ്ടെങ്കിലും, ഗ്യാസ് ഇപ്പൊ സോളിഡ് ആയിട്ടാണ് ഒരു വിറക് കത്തുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഗ്യാസ് സ്റ്റേജിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഒരു സോളിഡ് ഫയർ ആണെന്നുണ്ടെങ്കിൽ അതിനൊരു 4 സ്റ്റേജസ് വരുന്നുണ്ട്. ഓക്കെ, ആദ്യം ഹീറ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ്, അതിനെ ഹീറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വന്നിട്ട് ഒരു പൈറോളിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജ് വരുന്നുണ്ട്. ഈ പൈറോളിസിസിലാണ് ഈ മോളിക്യൂൾസ് സ്പ്ലിറ്റ് ആയിട്ട് അതിന് ഗ്യാസ് ഇവോൾവ് ചെയ്യാൻ തുടങ്ങുന്നത്. തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞത് ഇഗ്നീഷനും, ഫോർത്ത് എന്ന് പറഞ്ഞത് നമ്മൾ കമ്പസ്റ്റൻ എന്ന് പറഞ്ഞ സംഗതി. ആ ഇഗ്നീഷൻ സ്റ്റേജിലാണ് ഈ ഗ്യാസസ് ഇവോൾവ് ചെയ്തിട്ട് അത് ഇഗ്നൈറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ കമ്പസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഹീറ്റും ഫ്ലെയിമും കൂടി വരുന്ന ആ ഒരു ഫയർ എന്നുള്ള അവസ്ഥയിലേക്ക് വരും. അപ്പൊ നമ്മൾ ആ ഒരു സെക്കൻഡ് സ്റ്റേജ് പറഞ്ഞല്ലോ, ആ പൈറോളിസിസ് നടക്കുന്ന സമയത്തുള്ള ഗ്യാസസ് ആണ് ഇതിന് ഇവോൾവ് ചെയ്യുന്ന ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഗ്യാസസ് ഇവോൾവ് ചെയ്യും. അതൊരു ഫ്ലെയിമബിൾ ലിമിറ്റിൽ എത്തുമ്പോൾ മാത്രമാണ് അവിടെ ഫയർ വരുന്നത്. ഇപ്പൊ നമ്മളെ LPG ലീക്ക് ആണെങ്കിലും LPG ഏതൊരു ഇതും വസ്തുവും ഗ്യാസ് സ്റ്റേജിലേക്ക് മാറിയിട്ടാന്ന് പറഞ്ഞല്ലോ, ഓരോന്നിനും ഫ്ലെയിമബിൾ ലിമിറ്റ് വ്യത്യാസമുണ്ട്. ഇപ്പൊ LPG ആണെങ്കിൽ 2 to 10 ആണ്. അപ്പൊ നമ്മൾ റൂം എടുക്കുക, ഒരു ക്ലോസ്ഡ് റൂം എടുക്കുക. അപ്പൊ അവിടെ LPGന്റെ കോൺസെൻട്രേഷൻ 2% ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് അവിടെ ഒരു സ്പാർക്ക് ഉണ്ടെങ്കിൽ കത്തൂല, കാരണം അത് 2 lean to burn ആണ്. ഈ 2നും 10നും ഇടയ്ക്കാണെങ്കിലാണ് അവിടെ ഒരു എക്സ്പ്ലോഷനും ഫയറും ഉണ്ടാവുക. ഇനി 10ന്റെ മുകളിലാണെങ്കിൽ 2 rich to burn ആണ്. ഒരു 15% ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ റൂമിൽ LPG ഫ്യൂവൽ എയർ റേഷ്യോയില് LPGന്റെ അളവ്, അപ്പൊ അവിടെ 2 rich to burn ആണ്. പക്ഷെ അവിടെ എന്തിനുള്ള സാധ്യത ഉണ്ട്? നമ്മളിപ്പോ ഒരു കാറ്റോ അടിച്ച് അത് ഒരു 10ലേക്ക് വരാനുള്ള, ഒരു വെന്റിലേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ താഴെ ലെവലിലേക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അവിടെ ഒരു ഫയർ റിസ്ക് ഉണ്ട്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ആണ് ഇതിൽ മെയിൻ ആയിട്ട്. അതായത് വലിയ ഹെവി ഗ്യാസ് ലീക്ക് ഉണ്ടായാലും തീ പിടിക്കാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ ലിമിറ്റ് ഓഫ് ഫ്ലെയിമബിലിറ്റി ലിമിറ്റ് അവിടെ ഹൈ ആയിരിക്കും. ഇപ്പൊ നമ്മള് സാധാരണക്കാരുടെ ഒരു കാര്യം എടുക്കുവാണെങ്കിൽ,
ഇപ്പൊ വീട്ടമ്മമാര് മാത്രമൊക്കെ ഉള്ള പകൽ സമയത്ത് മിക്കവാറും വീട്ടമ്മമാരൊക്കെ അപ്പൊ പെട്ടെന്ന് ഒരു ഗ്യാസ് ലീക്ക് ആവുന്ന ഒരു സ്മെല്ല് കിട്ടുവാണ്. അപ്പൊ ജനല് തുറന്നിടണം എന്നുള്ളത് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാം. ബാക്കി എന്തൊക്കെയാണ് പെട്ടെന്ന് ഒരു വീട്ടമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. LPGയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഒരു ഡെൻസ് ആയിട്ടുള്ളതാണ്. നമ്മൾ ഡെൻസിറ്റി വെച്ച് എയർ ആയിട്ടാണ് നമ്മൾ ഡെൻസിറ്റി വരിക. അപ്പം എയറിനേക്കാൾ ഡെൻസിറ്റി കൂടിയതാണ്. അപ്പൊ താഴത്താണ് എന്ത് ചെയ്യുക, അക്യുമുലേറ്റ് ചെയ്യുക. അപ്പൊ ചില സമയത്ത് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ലീക്കോ അല്ലെങ്കിൽ സൗണ്ടോ കേൾക്കാം. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള വാഷറോ കാര്യം ഒരു ഓറിങ് ഉണ്ടാവും ബ്ലാക്ക്. അപ്പൊ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ മാറും. ഇനി നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ ജസ്റ്റ് ഒന്ന് രണ്ടാമത് ഡിസ്കണക്ട് ചെയ്തിട്ട് വെച്ച് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്നോളൂ. ഇനി എന്തെങ്കിലും ലൂസ് ആയിട്ടൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ലീക്കുള്ള ചാൻസ്. ഇനി സിലിണ്ടറിന്റെ ഉള്ളിലാണ് ലീക്ക് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡിസ്കണക്ട് ചെയ്താലോ ഒന്നെങ്കിലും സൗണ്ടോ സ്മെല്ലോ കേൾക്കാം. അപ്പൊ നമുക്ക് ലീക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ സോപ്പ് സൊല്യൂഷൻ മാതിരി എന്തെങ്കിലും വെച്ചിട്ട് നമ്മളെ ടോപ്പില് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ബബിൾസ് ആയിട്ട് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ ലീക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അതിലൊരു സേഫ്റ്റി ക്യാപ്പ് ഉണ്ടാവും, വൈറ്റ് ക്യാപ്പ്. നമ്മൾ ആ ക്യാപ്പ് ഇട്ട് അടച്ചിട്ട് പുറത്തേക്ക് വെക്കുക. കൺസേൺഡ് ആയിട്ടുള്ള ഗ്യാസ് ഏജൻസിയിൽ വിളിച്ചിട്ട് ഒന്നുകിൽ റീപ്ലേസ് ചെയ്യുക. ഹെവി ലീക്കോ കാര്യം ബോഡി പാർട്ടിൽ നിന്ന് ലീക്ക് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. എപ്പോഴും നമ്മൾ ആ നെക്ക് നിന്നാണ് ലീക്ക് വരുന്നത്. അപ്പോൾ തീ പിടിച്ചു എന്ന് വിചാരിക്കാം. ഇപ്പൊ നമ്മള് ഗ്യാസിലെ ആ ഒരു സിലിണ്ടറിന് തീ പിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ വരുമ്പോ പെട്ടെന്ന് ആളുകൾ പാനിക് ആവുക ചെയ്യുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല പ്രോപ്പറായിട്ട്. ചില ആളുകൾ വെള്ളം കുരുവഴിക്കുന്ന കാണാം, ചാക്ക് കൊണ്ടൊക്കെ അടിക്കുന്ന കാണാം. അത് സാധാരണക്കാരത് എങ്ങനെയാ ഡീൽ ചെയ്യേണ്ടതെന്നൊന്ന് പറയാമോ? നമ്മളിപ്പം വീട്ടിൽ എല്ലാവരോടും ഒരു എക്സ്റ്റിംഗ്വിഷർ വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞല്ലോ. അപ്പോൾ എക്സ്റ്റിംഗ്വിഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പം എത്ര വലിയ ഫയർ ആണെങ്കിലും സിലിണ്ടറിന് വരുന്ന ഒരു ഫയർ ആണെന്നുണ്ടെങ്കിൽ എക്സ്റ്റിംഗ്വിഷർ അടിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കെട്ട് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ നോക്കേണ്ട ഫയർ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ലീക്ക് ഉണ്ടാവും. ഫസ്റ്റ് പ്രോസസ്സ് നമ്മൾ ഫയർ കെടുത്തുക എന്നുള്ള. നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ലീക്ക് അറസ്റ്റ് ചെയ്യണം. ലീക്ക് അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ റീബേൺ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ലീക്ക് അറസ്റ്റ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ആ സേഫ്റ്റി ക്യാപ്പ് എടുക്കുക, എന്നിട്ട് പുറത്തേക്ക് വെക്കുക. എന്തായാലും എന്ത് തന്നെയാണെങ്കിൽ ഗ്യാസ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ സിലിണ്ടർ സേഫ് ആയിട്ട് നമ്മൾ പുറത്തേക്ക് വെക്കുക. ഇപ്പൊ തീ പിടിച്ചതാണെങ്കിൽ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് കൈ പൊള്ളാനോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ എക്സ്റ്റിംഗ്വിഷർ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മാർഗം വെച്ചിട്ട് നമ്മൾ തീ കെടുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നനഞ്ഞ തുണി അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് എടുത്ത് പുറത്തേക്ക് വെക്കുക. ഇനി നമ്മളെ അടുത്ത് എക്സ്റ്റിംഗ്വിഷറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് വിചാരിക്കുക. അപ്പൊ ജസ്റ്റ് ഒരു പൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ സിലിണ്ടർ തീ പിടിച്ച് കത്തിക്കോട്ടെ, സിലിണ്ടർ ബ്ലാസ്റ്റ് ആവൂല. അതായത് സിലിണ്ടർ തീ പിടിച്ച് സിലിണ്ടർ ചൂടായി സിലിണ്ടറിന്റെ ഉള്ളിലുള്ള ലിക്വിഡിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിനൊരു എക്സ്പാൻഷൻ വരുന്നുണ്ട്. നമ്മളിപ്പോ LPGന്റെ 375 ടൈംസ് ഒക്കെയാണ് വരുന്നത്. 1:375 റേഷ്യോയിൽ എക്സ്പാൻഷൻ വരും. അപ്പൊ ആ സിലിണ്ടർ കൊള്ളാൻ പറ്റുന്നതിൽ താങ്ങാൻ പറ്റുന്നതിലും വലിയൊരു പ്രഷർ അവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രം ബ്ലാസ്റ്റ് ചെയ്യാം. പിടിച്ച ആ സമയത്ത് ഒരു ബ്ലാസ്റ്റിംഗ് വരൂല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കോൺഫിഡന്റ് ആയി നിന്നുകൊണ്ട് ഒരു പൈപ്പോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് സിലിണ്ടർ കൂൾ ചെയ്ത് കൊടുക്കുക എന്നുള്ള. സിലിണ്ടർ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ബ്ലാസ്റ്റ് ചെയ്യില്ല. തീ കെടുത്താൻ നമുക്ക് പറ്റില്ല, തീ കത്തിയും കൊണ്ടിരിക്കും. തീയിലേക്ക് അടിക്കേണ്ട, നമ്മൾ സിലിണ്ടർ കൂൾ ചെയ്ത് കൊടുക്കുക. ഇമ്മീഡിയറ്റ് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കും. അപ്പം നമ്മൾ വരുന്ന ആ സമയത്ത് എന്താ, സിലിണ്ടർ കൂളായിരിക്കും. അപ്പൊ നമുക്ക് ഇമ്മീഡിയറ്റ് വന്നിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ പെട്ടെന്നൊരു തീപിടുത്തമുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ചെല്ലുന്നതിന് മുമ്പ് ആളുകൾ ചില മണ്ടത്തരങ്ങൾ, മെയിൻലി ഈ സോഷ്യൽ മീഡിയ നോക്കിയിട്ട് അതിനെ സോൾവ് ചെയ്യാൻ നോക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാവോ? ഇപ്പൊ ഫയർ ആയി കഴിഞ്ഞാൽ എല്ലാവരും സാധാരണയായിട്ടുള്ള എല്ലാവരും ഇപ്പോൾ ഒരു പാനിക് സിറ്റുവേഷനിലേക്ക് വരിക. അപ്പൊ അവരെ ധാരണ വീടൊന്നായിട്ട് കത്തുന്നുള്ള രീതിയിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് എടുത്ത് പുറത്തേക്ക് വെക്കാനുള്ള ഒരു ശ്രമം നടത്തും. ആ സമയം കഴിക്കും. അധികം ഈ ഫയർ ആയിട്ടുള്ള സിലിണ്ടർ ഫയർ ആയിട്ടുള്ള അധിക കേസിലും അവിടെയുള്ള സ്ത്രീകൾക്ക് പൊള്ളലേൽക്കാനുള്ള സാധ്യതയുണ്ട്. അവരത് അവിടെ ഇടും. അപ്പൊ ആ ഇട്ട സമയത്ത് അത് നിലത്ത് വീണ് തൊട്ടടുത്തൊക്കെ ഒരു ഫയർ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ രണ്ടാമതുള്ളത് നമ്മൾ വീഡിയോയിലും കാര്യങ്ങളൊക്കെ കണ്ട മാതിരി ഇവര് നനഞ്ഞ തുണിയൊക്കെ വെച്ചിട്ട് അത് കെടുത്തുക എന്നുള്ള രീതി. പക്ഷെ അതൊരു പ്രോപ്പർ വേലല്ല നമ്മൾ കെടുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് കെടുത്താൻ കഴിയില്ല. നമ്മളത് ഒരു മുണ്ടെടുക്കുന്ന പോലെ ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്യണം. അതായത് ഓക്സിജനെ കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ തീ പിടിച്ചു കഴിഞ്ഞാൽ തീക്ക് കണ്ടിന്യൂസ് ഓക്സിജന്റെ സപ്ലൈ ഉണ്ടെങ്കിൽ മാത്രമാണ് തീ കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഫുള്ളായിട്ട്
എയറിനെ കട്ട് ചെയ്യണം, ഓക്സിജനെ കട്ട് ചെയ്താൽ മാത്രമേ തീ കെടുത്താൻ പറ്റൂ. നമ്മൾ ആ കത്തുന്ന ഭാഗം മാത്രം ചുറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലൂടെ എയർ വരാനുള്ള ചാൻസ് ഉണ്ട്, അത് തീ കെടൂല. അപ്പൊ നമ്മളെ ഡ്രസ്സിനെയോ കാര്യങ്ങളോ തീ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ആളുകൾ, ഫ്ലാറ്റിൽ അപ്പാർട്ട്മെന്റിലൊക്കെ താമസിക്കുന്ന ആളുകൾ പെട്ടെന്നൊരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാ അതന്നെ സോൾവ് ചെയ്യേണ്ടത്? കാരണം താഴത്തേക്ക് ഇറങ്ങി വരാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് ഉണ്ടാവുമല്ലോ ഇതിലൊരു സൈഡ്. അപ്പൊ അതെങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ? ഈ അപ്പാർട്ട്മെന്റിൽ കാര്യങ്ങളൊക്കെ അധികം ഫിക്സഡ് സിസ്റ്റംസ് ഉണ്ട്, ഫയർ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അലാം കാര്യങ്ങളുണ്ടാവും, പിന്നെ നമ്മൾ എമർജൻസി സ്റ്റെയർ കേസസ്, ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരു എമർജൻസി ഒരു തീപിടുത്തോ കാര്യങ്ങളോ ഉണ്ടായാലും ഫസ്റ്റ് നമ്മൾ സ്റ്റെയറുകൾ യൂസ് ചെയ്യാന്നുള്ള എമർജൻസി എസ്കേപ്പ് സ്റ്റെയർ, അതെല്ലാവരും അറിഞ്ഞിരിക്കണം നമ്മൾ എമർജൻസി ആയിട്ട് എങ്ങനെ ഇവാക്വേഷൻ നടത്താന്നുള്ള. അതുപോലെ നമ്മളെ അലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഇട്ടിട്ട് ബാക്കിയുള്ളവരെ അറിയിക്കുക എന്നുള്ളതുകൊണ്ട്. പിന്നെ ഈ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ ലിഫ്റ്റ് യൂസ് ചെയ്യരുത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു ഫയർ ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പവർ ഫെയിലിയറിനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ പഴയ ലിഫ്റ്റുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിൽ സ്റ്റക്ക് ആവും. അപ്പൊ പുതിയതൊക്കെ ആണെന്നുണ്ടെങ്കിലും പവർ ഫെയിലിയർ ഉണ്ടെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ട് ഓപ്പൺ ആവുന്ന സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിഫ്റ്റ് ഡെക്റ്റ് ഒക്കെ ഫുള്ളി കൺസീൽഡ് അല്ലാന്നുണ്ടെങ്കിൽ സ്മോക്കും കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് വന്നിട്ട് നമ്മൾ ഒരു സഫോക്കേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പ്രോപ്പറായിട്ട് ലിഫ്റ്റ് വർക്ക് ചെയ്തോളണമെന്നില്ല, നിർബന്ധമില്ല. ഇങ്ങനെ ഒരുപാട് തീപിടുത്തങ്ങൾ ഇപ്പോ ഫേസ് ചെയ്തിട്ടുണ്ട്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും വെല്ലുവിളിയായിട്ട് തോന്നിയ ഒരു ഫയർ ആക്സിഡന്റിനെ കുറിച്ചിട്ട് ഒന്ന് സംസാരിക്കാമോ? അതിപ്പോ വീടായിക്കോട്ടെ, കെട്ടിടങ്ങളിലായിക്കോട്ടെ, വേറെ ഏതെങ്കിലും രീതിയിലുള്ള ആക്സിഡന്റുകളായിക്കോട്ടെ, ഇതായിട്ട് ബന്ധപ്പെട്ട ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു സിറ്റുവേഷൻ തോന്നിയത്? കുറെ ഫയറുകൾ ഉണ്ടായിട്ടുണ്ട്. അതിലിപ്പോ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഒരു 2015 ആ സമയത്ത് ലുലു ഗോൾഡിന് ഒരു ഫയർ ആയ കേസ്. അത് ഇതുപോലെ ഒരു ഉച്ച സമയത്താണ്, നമ്മളിപ്പോ ഒരു 6-7 മണിക്കൂർ വർക്ക് ചെയ്യേണ്ടി വന്നു. അതില് ഒരു 8-10ഓളം സിലിണ്ടറുകളും ഉണ്ടായിരുന്നു. കോഴിക്കോട് മാനാഞ്ചിറ പോലീസ് ക്ലബിനോട് ചേർന്നിട്ട് തൊട്ടടുത്ത് 2 പെട്രോൾ പമ്പുകളുണ്ട്, ബീവറേജ് ഉണ്ട്, പിന്നെ മെയിൻ സിറ്റിയാണ്. അപ്പൊ വലിയൊരു ഫയർ ആയിരുന്നു. പക്ഷെ അതിലേക്ക് ഉള്ളിലേക്ക് കടക്കാനൊക്കെ ഭയങ്കര ഫുള്ള് ബ്ലോക്ക് ഇതായിരുന്നു. നമ്മൾ ഫുള്ള് ACP പാനലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഉള്ളിലേക്ക് കടക്കാനുള്ള ഒരു സംവിധാനം ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ വളരെ പണിപ്പെട്ടിട്ടാണ് ഉള്ളിലേക്ക് വെള്ളം അടിക്കാൻ വരെ ബുദ്ധിമുട്ടായിരുന്നു. നമുക്കൊരു വലിയൊരു ഫയർ ആയി, പക്ഷെ നമുക്ക് തീന്റെ ഉള്ളിലേക്ക് വെള്ളം എത്തിക്കാനുള്ള ഒരു സിറ്റുവേഷൻ വരെ ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ ഈ AC-ന്റെയും എക്സോസ് ഫാനിന്റെ ആ ഗ്യാപ്പിലൂടെയൊക്കെയാണ് അടിച്ചത്. പക്ഷെ എന്തോ ഭാഗത്തിന് നമ്മൾ അടിച്ചത് കൃത്യമായി ഈ സിലിണ്ടറുകൾ നിന്ന സ്ഥലം, അതിനെ കൊണ്ട് വലിയൊരു ബ്ലാസ്റ്റ് ഒഴിവായി. എന്നിട്ട് അത് വളരെ പണിപ്പെട്ടിട്ടാണ് നമ്മൾ ആ ഒരു തീ അണച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മള് ഈ എയർപോർട്ടിൽ വരുന്നത് ശരിക്കും നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ആണോ വരുന്നത്? എയർപോർട്ടുകളുടെ കാര്യം നമ്മൾ സിയാലിന്റെ കേസ് ഒക്കെ നേരത്തെ സംസാരിച്ചല്ലോ. അപ്പൊ അവിടെ വരുന്ന ഈ ഫ്ലൈറ്റിനൊക്കെ വരുന്ന എക്സ്പോഷർ കാര്യങ്ങളൊക്കെ നിങ്ങളാണോ ഡീൽ ചെയ്യുന്നത്? അല്ല, എയർപോർട്ടിന്റെ എന്ന് പറഞ്ഞാൽ എല്ലാ എയർപോർട്ടിനും അവരുടേതായിട്ടുള്ള ഒരു ഫയർ സർവീസ് ഉണ്ട്. അതിന് ഓരോരോ കാറ്റഗറിക്ക് അനുസരിച്ചിട്ട് ഇത്ര ലിറ്റർ ഫോം, ഇത്ര ലിറ്റർ വെള്ളം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതി ഉണ്ട്. പിന്നെ നമ്മളെക്കാളും കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളും വെഹിക്കിളും ഒക്കെയാണ് ഉള്ളത്. അവിടെ ഫയർ ക്രാഷ് ടെൻഡേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ അത്യാവശ്യം ഒരു 20 CR 30 CR ആ റേഞ്ചിലൊക്കെ ഉള്ള ഇമ്പോർട്ടഡ് ആയിട്ടുള്ള മെഷീനറീസും കാര്യങ്ങളൊക്കെ. എമർജൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിലൊരു MOU ഉണ്ട്. അപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ, സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിയറസ്റ്റ് ഫയർ സ്റ്റേഷനിലേക്ക് അവർ ഇൻഫോം ചെയ്യും. അപ്പൊ നമ്മൾ അവിടെ നമുക്ക് സ്റ്റേജിങ് ഏരിയ ഉണ്ട്. നമുക്കൊരു കോള് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ അസംബിൾ ആവും. എന്നിട്ട് പിന്നെ ഫർദർ അവരുടെ ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുക. അങ്ങനെ എയർപോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ? നമ്മളിപ്പോ സിയാലിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ 2 വർഷത്തിനിടയ്ക്ക് നമുക്കൊരു മന്ത്ലി 2 to 3 എമർജൻസി കോൾസ് വരാറുണ്ട്. കോഴിക്കോട് മീഞ്ചന്ത ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്താണ് 2020 ഒരു ആഗസ്റ്റ് 7 ഒരു എയർ ഇന്ത്യ ക്ലാഷ് ഉണ്ടായിരുന്നു. ആ സമയത്ത് അതിലുള്ള രക്ഷാപ്രവർത്തനത്തിൽ വലിയൊരു റോള് നമ്മൾ വഹിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഞങ്ങളെ ക്രൂ ആണ് അവിടെ എത്തിയിട്ടുള്ളത്. കോഴിക്കോട് എയർപോർട്ട് ആണെങ്കിലും മലപ്പുറം ജില്ലയിലാണ്. നമ്മളെ മീഞ്ചന്ത സ്റ്റേഷൻ എന്നാണെങ്കിൽ ഏകദേശം ഒരു 22 കിലോമീറ്റർ ഉണ്ട്. ഒരു 7:45 ആ ടൈമിലാണ് ആ ഒരു എമർജൻസി ഉണ്ടായിട്ടുള്ളത്. ഒരു 8 മണിക്കാണ് നമുക്ക് നമ്മളെ CUG ഒക്കെ ഉണ്ട്, എല്ലാ ഓഫീസേഴ്സിനും നമുക്ക് ഫോൺ സിം ഉണ്ട്. അപ്പൊ ഈ എയർപോർട്ടായിട്ടൊക്കെ നമ്മൾ കണക്റ്റഡ് ആണ്. അപ്പൊ എന്തെങ്കിലും എമർജൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടൻ വിളി വരും. അപ്പൊ അത് അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ട് ഇതുമാതിരി രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നു.
ഇനി നമ്മൾ എടുക്കുവാണെങ്കിൽ റോഡ് ആക്സിഡന്റിന്റെ കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ റോഡ് ആക്സിഡന്റിൽ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഒരുപാട് നമ്മൾ ടി വി ഒക്കെ വെച്ച് രാവിലെ ആക്സിഡന്റുകളെ കുറിച്ച് കേൾക്കാനായിട്ട് നേരുള്ളൂ. അപ്പോൾ ഈ വണ്ടികളൊക്കെ ഇടിച്ചു കഴിയുമ്പോൾ ഈ ആളുകൾ കാറുകളിലും അല്ലെങ്കിൽ വേറെ വണ്ടികളിലൊക്കെ മറിഞ്ഞിട്ട് കുടുങ്ങുന്ന ഒരവസ്ഥകളുണ്ട്. അപ്പോൾ മെയിൻലി ആംബുലൻസ് വിളിക്കുന്ന കൂട്ടത്തിൽ തന്നെ അവർ രക്ഷാപ്രവർത്തനത്തിനായിട്ട് ഫയർ റെസ്ക്യൂ ടീമിനെ അവർ അറിയിക്കും. പക്ഷെ നിങ്ങൾ എത്തുന്നതിന് മുൻപ് ആളുകൾ രക്ഷിക്കാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ പല സമയത്തും ഇതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് ഉള്ള അറിവ് ഇല്ലാത്ത ആളുകൾ ചില മണ്ടത്തരങ്ങളൊക്കെ ചെയ്യും, തെറ്റുകുറ്റങ്ങൾ എന്നുള്ള രീതിയിൽ. അവർ ശരിക്കും അവരുടെ ഒരു വെപ്രാളത്തിൽ ആ ജീവൻ രക്ഷിക്കണം എന്ന് വിചാരിച്ച് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അത് പ്രോപ്പർ വേയിൽ അത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? നമ്മൾ ആളുകളെ ഇതുപോലെ ആക്സിഡന്റ് കേസ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം നമ്മളുടെ ഒരു അശ്രദ്ധ കൊണ്ട് ഇവൻ കാലാകാലം ഒരു ബെഡ് ലൈങ് ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരാറുണ്ട്. ഇപ്പൊ റോട്ടിലൊക്കെ വീണ് കിടക്കുന്ന ബൈക്ക് ആക്സിഡന്റ് ആയിട്ട് തെറിച്ച് വീണ കേസൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ 3-4 ആളുകളുണ്ടെങ്കിൽ 2 ആൾ 2 കൈ 2 കാലൊക്കെ പിടിച്ചിട്ട് ആ ഒരു രീതിയിലുള്ള ഒരു കാരണവശാലും ഈ ഇതുപോലെ ആക്സിഡന്റ് വിക്ടിംസിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രോപ്പർ മെത്തേഡ് യൂസ് ചെയ്യണം. അതായത് ഒന്നുകിൽ എമർജൻസി സർവീസസിനെ, ഫയർ സർവീസ് അതുപോലുള്ള ആളുകളെ വിളിക്കണം, അല്ലെങ്കിൽ ആംബുലൻസ് വിളിച്ചിട്ട് നമ്മൾ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ആ രീതിയിൽ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് സെർവിക്കൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് സ്പൈൻ സപ്പോർട്ട് കൊടുത്ത് ആ രീതിയിൽ തന്നെ ആളുകളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. നമ്മൾ എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതില്ല, എങ്ങനെ എത്തിക്കുക എന്നുള്ളത്. ഇനി നമ്മളടുത്ത് വേറെ ഒരു സിറ്റുവേഷനിൽ ആൾ 2 മിനിറ്റ് റോട്ടിൽ കിടന്നോട്ടെ, നമ്മളപ്പോ റോഡ് എന്ത് ചെയ്താൽ മതി, റോഡിൽ ട്രാഫിക് ഒക്കെ നിയന്ത്രിച്ചിട്ട് ഇത് പറ്റാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫയർ സർവീസിനെയോ ആംബുലൻസോ വിളിക്കുക. എന്നിട്ട് അവർ ആ രീതിയിൽ ഇയാളെ കൊണ്ടുപോയിക്കോളും. അപ്പൊ നമ്മളെ അങ്കമാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡെയിലി നമുക്ക് ആക്സിഡന്റ് കേസ് ഉണ്ട്. പിന്നെ അതുപോലെ നമ്മളെ സ്റ്റേഷന്റെ മുൻപിലും സ്ഥിരമായിട്ട് ഒരു ബ്ലാക്ക് സ്പോട്ടാണ്, സ്ഥിരം ആക്സിഡന്റ് പറ്റുന്നതാണ്. അപ്പം നമ്മളിതുമാതിരി ഡെയിലി എന്ന് പറഞ്ഞോണം ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഒരു 6 months അതുപോലെ കൂടുമ്പോൾ പല ഹോസ്പിറ്റലായിട്ട് ചേർന്നിട്ട് ഇതുമാതിരി ഫസ്റ്റ് എയ്ഡിന്റെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നമ്മളെ ജീവനക്കാർക്കും നമ്മളല്ലാതെ നമ്മളെ വളണ്ടിയേഴ്സിനും ഒക്കെ ട്രെയിനിങ് കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ ആ രീതിയിൽ തന്നെയാണ് കൊണ്ടുപോകാറുള്ളത്. ഇപ്പൊ ഒരു ഗുരുതരമായിട്ട് ഒരു പരിക്ക് പറ്റി ഒരാൾ കിടക്കുമ്പോൾ നിങ്ങൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കാറിൽ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് പോലും ഗുരുതരമായിട്ട് പരിക്ക് പറ്റി അകപ്പെട്ട് കിടക്കുന്ന ഒരാളെ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു വേയിൽ പുറത്തെടുക്കുന്നതും കാര്യങ്ങളൊക്കെ, ആ ഒരു പ്രൊസീജിയറിനെ കുറിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? നമ്മളിപ്പോൾ ട്രാപ്ഡ് ആയിട്ടുള്ള ആളുകളെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്റ്റേഷനിൽ പറഞ്ഞല്ലേ എമർജൻസി ടെൻഡർ എന്ന് പറഞ്ഞിട്ട് അതിൽ ഹൈഡ്രോളിക് ന്യൂമാറ്റിക് എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ആരെങ്കിലുമൊക്കെ ഈ വണ്ടീൻ്റെ ഉള്ളിലൊക്കെ കിടന്ന് കുടുങ്ങി പോവുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ന്യൂമാറ്റിക് ലിഫ്റ്റിംഗ് ബാഗൊക്കെ വെച്ചിട്ട് ലിഫ്റ്റ് ചെയ്തിട്ട് ആളതുപോലെ വളരെ സേഫ് ആയിട്ട് നമ്മൾ 3-4 ആൾ വെച്ചിട്ട് തന്നെയാണ് ആളെ പുറത്തേക്ക് എടുക്കുക. അതേമാതിരി ലോക്കായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ സ്നാച്ച് റെസ്ക്യൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സൈഡ് വേസ് ഒക്കെ ഒരു കാരണവശാലും പിടിച്ച് വലിക്കുകയോ കാര്യങ്ങളോ ചെയ്യാറില്ല. നമ്മളിപ്പോൾ സീറ്റൊക്കെ ആണെങ്കിൽ സീറ്റ് ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോറ് തുറന്നിട്ടൊക്കെ ആളെടുക്കാം. നമ്മൾ ആ ഒരു എമർജൻസിയിൽ പിടിച്ചു വലിക്കുന്ന നമുക്ക് പെട്ടെന്നൊരു ഇത് നമ്മള് സ്ഥിരം ചെയ്ത് പരിചയമുള്ളതിനെ കൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഇതുമാതിരി ചെറിയ സ്ഥലങ്ങളോ ഭാഗങ്ങളോ കട്ട് ചെയ്തിട്ടൊക്കെ വളരെ സേഫ് ആയിട്ടാണ് ആളുകളെ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളെ 24 hours എല്ലാ സ്റ്റേഷനിലും ഓൾമോസ്റ്റ് ഓൾ സ്റ്റേഷൻസിൽ എന്തുണ്ട്, നമുക്ക് ആംബുലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എമർജൻസിന്റെ ആള് കുടുങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എമർജൻസി ടെൻഡറും ആംബുലൻസും കൂടിയാണ് പോവുക കൈയോടെ തന്നെ. നമ്മൾ പിന്നെ അയാളെ രക്ഷപ്പെടുത്തിയിട്ട് അടുത്ത ആംബുലൻസിനെ കാത്തു നിൽക്കാറില്ല, നമ്മളെ ആംബുലൻസിൽ തന്നെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒരുപാട് അവയർനെസ് ആയിട്ടുള്ള ക്യാമ്പുകളും ക്ലാസ്സുകളും എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഹെൽമെറ്റ് ധരിക്കുക, സീറ്റ് ബെൽറ്റ് ധരിക്കുക. പക്ഷെ ഇപ്പോഴും ആളുകൾക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഹെൽമെറ്റ് ധരിക്കാതെ അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ പോകുമ്പോഴുള്ള ആക്സിഡന്റുകളുടെ റിസ്ക് ഒക്കെ ഒത്തിരി നേരിട്ട് കണ്ടതാണ് സാറ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു അവയർനെസ് ആയിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് എന്താണ് ശരിക്കും സംസാരിക്കാനുള്ളത്? നമ്മൾ ഇരുചക്ര വാഹനങ്ങളിൽ അപകട മരണത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഒരു ട്രോമാറ്റിക് ഹെഡ് ഇഞ്ചുറി അല്ലേ, അതുപോലെ നമ്മളെ സ്കള്ളിനെയോ അല്ലെങ്കിൽ അതുപോലെ താടിയലിനോ ഒക്കെ പൊട്ടി ഹെവി ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു ആ രീതിയിലാണ് മരണങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. നമുക്ക് തല അടിച്ചിട്ടുള്ള അപകട സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഹെൽമെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പരിധി ചെയ്ത്, അതായത് നമുക്ക് അപകടങ്ങൾ ഉണ്ടാവും എങ്കിലും അപകട മരണങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശക്തമായിട്ട് പോകുന്ന സമയത്ത് ഒരു ആക്സിഡന്റ്, നമ്മളൊരു ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 80 kilometer ആണെങ്കിൽ അതാണ് നമ്മളൊരു ആക്സിലറേഷൻ. പെട്ടെന്നൊരു ആക്സിഡന്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആക്സിലറേഷൻ വന്നിട്ട് 0 ആവുകയാണ്. അപ്പം നമ്മുടെ ബോഡി പാർട്ടിലേക്ക് ഒന്നിലേക്ക്
അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിയറിംഗ് സൈഡോ അല്ലെങ്കിൽ ബോഡിയിലേക്കോ അല്ലെങ്കിൽ ആ ഫ്രണ്ട് ഗ്ലാസ്സിലേക്കൊക്കെ വന്ന് ഇടിക്കാനുള്ള ശക്തമായിട്ട് നമ്മളെ ചെസ്റ്റിലും അതുപോലെ ഇടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം നമുക്കൊരു ഇന്റേണൽ ഇഞ്ചുറിക്കുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടുന്നുണ്ടെങ്കിൽ അത് ഒരു പരിധി വരെ തടയും. അതുപോലെ തന്നെ നമ്മളെ സീറ്റ് ബാഗ്, എയർ ബാഗുകൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ സീറ്റ് ബെൽറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന്റെ സെൻസർ വെച്ചിട്ട് അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ ഇത് രണ്ടും വെച്ചിട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് സീറ്റ് ബെൽറ്റും ഹെൽമെറ്റും കമ്പൾസറി ആക്കുക. അതിൽ ഹെൽമെറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ISI മാർക്കുള്ളതും അതുപോലെ ചിൻ സ്ട്രാപ്പ് കൃത്യമായിട്ട് ഇടാൻ ശ്രമിക്കുക. വൈസർ ഉണ്ടെങ്കിൽ വൈസർ എപ്പോഴും താഴ്ത്തിയിട്ട് തന്നെ, അതായത് വല്ല പൊടിയോ എയറോ ഒക്കെ അടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ആ റിസ്കും കൂടി കുറയ്ക്കാൻ സാധിക്കും. പറ്റും. ഇപ്പൊ ഇലക്ട്രിക് വെഹിക്കിൾസ് ഒത്തിരി കൂടുന്നുണ്ട്. അപ്പോൾ ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി ബ്ലാസ്റ്റ് ചെയ്യുന്ന പല സിറ്റുവേഷൻസും ഉണ്ട്. ശക്തമായിട്ടുള്ള ഇടികളൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് കാറിനൊക്കെ പെട്ടെന്ന് തീപിടുത്തുണ്ടാവുക, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. അതെങ്ങനെയാ അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യണം? എല്ലാത്തിനും അത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ, അതോ ഇലക്ട്രിക് വെഹിക്കിൾസിന് മാത്രമാണോ അത് സംഭവിക്കുന്നത്? അല്ല, ഈ എക്സ്പ്ലോഷൻ വളരെ റെയർ ആണ്. സാധാരണ നോർമൽ കേസിൽ ഇപ്പം നമ്മളെ പെട്രോൾ ഡീസൽ വണ്ടിയിൽ എക്സ്പ്ലോഷൻ ഉണ്ടാവില്ല. ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ ഫയർ ആവും. കാരണം അതൊരു കംപ്രസ്ഡോ അങ്ങനെയൊന്നുമില്ല. സാധാ ഒരു ഫ്യൂൽ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ ടാങ്ക് ആണ്. നമ്മൾ തീ പിടിക്കാനുള്ള സാധ്യതകളുണ്ട്. ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും അങ്ങനത്തെ ഒരു എക്സ്പ്ലോഷനിലേക്ക് പോകാനുള്ള സാധ്യതകൾ കുറവാണ്. ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതിപ്പോൾ നമ്മളൊരു പുതിയ ക്ലാസ് ഓഫ് ഫയറിലും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലിഥിയം അയോൺ ബാറ്ററി എന്ന് പറഞ്ഞ കേസ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിൽ ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ ഇന്റേണൽ ആയിട്ട് എന്തെങ്കിലും ഡാമേജോ സെൽ ഡാമേജോ കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ, പിന്നെ ഒരു ഓവർ ഹീറ്റിംഗ് ആയി കഴിഞ്ഞാൽ, പിന്നെ അതിലുള്ളത് മെയിനായിട്ട് ഒരു തെർമൽ റണ്ണവേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഫയർ ആവാനുള്ളത്. പിന്നെ നമ്മൾ ചാർജിങ് സമയത്ത് പ്രോപ്പർ അല്ലാത്ത ഈ വയറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും, ചാർജറൊക്കെ കേബിളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. പിന്നെ നമ്മൾ ഫുൾ ഡേ നമ്മളത് ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എന്താണ് ത്രൂ ഔട്ട് നമ്മൾ നൈറ്റൊക്കെ ത്രൂ ഔട്ട് നമ്മൾ ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഒരു ഫയറിനുള്ള ചാൻസ് ഉണ്ട്. ആക്സിഡന്റ് കേസ് ആയി കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ വെഹിക്കിള് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നന്നായിട്ടാണ്. നമ്മളിപ്പോ ആക്സിഡന്റിന്റെ കേസാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സാറിന്റെ ലൈഫിൽ ഒരുപാട് ആക്സിഡന്റുകൾ മുന്നിൽ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് ഇപ്പോ കുറച്ച് റിസ്ക് ആയിട്ടുള്ള ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ഏതായിരിക്കും? ഇതില് എക്സ്പീരിയൻസിനേക്കാൾ ഉപരിയായിട്ട് നമ്മളൊരു സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ ഇൻഫർമേഷന് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്നുള്ള ഒരു സിറ്റുവേഷൻ കൂടി ഞാൻ പറയാം. കോഴിക്കോട് ബീച്ച് സ്റ്റേഷനിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ അടുത്ത് 2 ബസ് കൂട്ടിയിടിച്ച ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെ സ്റ്റേഷനിലേക്ക് അതായത് നമുക്ക് ഗ്രാവിറ്റി എങ്ങനെയാ മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് കോൾ വരും. ഇപ്പൊ സ്റ്റേഷൻ ഫോണ് 2 ഫോണുണ്ടെങ്കിൽ 2 ഫോണിലേക്കും കണ്ടിന്യൂസ് നമ്മൾ വിളിച്ചു വെക്കുമ്പോഴേക്കും അടുത്ത കോൾ വരും. അപ്പൊ അങ്ങനെ ബേബി മെമ്മോറിയൽ മുന്നിൽ 2 ബസ് കൂട്ടിയിടിച്ചിട്ടുണ്ട്, ആള് കുടുങ്ങി കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് കോൾ വന്നു. നമ്മൾ സ്റ്റേഷനിൽ നിന്ന് ഒരു 2-2.5 കിലോമീറ്റർ ആണ് ബേബി മെമ്മോറിയലിലേക്കുള്ള ദൂരം. അപ്പൊ തന്നെ നമ്മൾ എമർജൻസി ടെൻഡർ ആയിട്ട് പോയി. പക്ഷെ ഞങ്ങൾ കൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, വാട്ടർ ടെൻഡറും കൂടി വിട്ടിട്ടുണ്ടായിരുന്നു, വെള്ളമുള്ള വാഹനം കൂടി കൂടി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ എത്തിയ സമയത്ത് എന്ന് പറഞ്ഞാൽ ആക്സിഡന്റ് ആയിട്ട് ഫയർ ആയിട്ടുണ്ടായിരുന്നു, വാഹനം ഫയർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആളെ രക്ഷപ്പെടുത്തുന്നതിന് തീ കെടുത്തിയാൽ മാത്രമേ ആളെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. പക്ഷെ അവർ വിളിച്ചത് വെച്ചിട്ട് നമ്മൾ പോയാൽ പിന്നെയും നമ്മൾ സ്റ്റേഷനിൽ നിന്ന് ഒരു ഫയർ ടെൻഡർ വിളിക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ അവർ തന്നെ ഷൗട്ട് ചെയ്യും, നിങ്ങൾ വെള്ളമില്ലാത്ത വണ്ടി ആയിട്ടാണ്. അതായത് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എവിടുന്നാണോ ഇപ്പൊ വിളിക്കുന്ന ആള് പാനിക് ആയിട്ട് എവിടെയാണോ എന്താണോ 101 വിളിക്കുന്നത്, അതായത് ഈ സ്ഥലം എല്ലാവർക്കും അറിയും എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നടുവട്ടം എന്ന് പറഞ്ഞ സ്ഥലം, ഇപ്പൊ നടുവട്ടം കോഴിക്കോട് നടുവട്ടം, പേരാമ്പ്ര ഒരു നടുവട്ടുണ്ട്, ഇപ്പൊ നമ്മളെ നീലീശ്വരം കാലടി ഭാഗത്തൊരു നടുവട്ടുണ്ട്. വിളിക്കുന്ന ആൾക്ക് ഈ നടുവട്ടത്തെ കുറിച്ച് മാത്രമേ അറിയൂ. പക്ഷെ ഇത് എവിടെയാണോ കോൾ എടുത്തത് എന്നുള്ളത് അയാൾക്ക് അറിയില്ല. ഇപ്പൊ 101 വിളിക്കുമ്പോൾ ഇവിടെ എൻഗേജ്ഡ് ആണെങ്കിൽ ചിലപ്പം നമ്മൾ എറണാകുളത്തായിരിക്കും, എറണാകുളം അതേ സമയം ഒരു കോൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രിവാൻഡ്രത്തായിരിക്കും. അപ്പൊ നടുവട്ടം എന്ന് പറയുമ്പോൾ അവിടെ എടുക്കുന്ന കൺട്രോൾ റൂമിലുള്ള ഓഫീസർക്ക് കൃത്യമായിട്ട്, അപ്പൊ നമ്മൾ കൃത്യമായിട്ടുള്ള സ്ഥലം പറയാം. എറണാകുളം ജില്ലയില് അങ്കമാലി പരിധിയാണെന്നുള്ള ആ രീതിയിൽ തന്നെ പറയാം. അങ്ങനെ നടുവട്ടം എന്നുള്ള സ്ഥലത്ത് ആക്സിഡന്റ് ആയിട്ടുണ്ട്, ആള് കുടുങ്ങി കിടക്കുന്നുണ്ട്, ഫയർ ആയിട്ടുണ്ട് എന്ന് പറയാം. അപ്പോഴേ ഉള്ളൂ നമുക്ക് അതിനനുസരിച്ചുള്ള 2 വെഹിക്കിളും എത്തുള്ളൂ, നമുക്ക് കൃത്യമായിട്ട് ചെയ്യാനും പറ്റുള്ളൂ.